രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി കടുപ്പിച്ചതോടെ സംസ്ഥാനത്താകെ സംഘർഷം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും വീടുകളിലും സ്ഥാപനങ്ങളിലും ഇന്നലെ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് തെരുവിൽ CPM പ്രവർത്തകരുടെ വക ഗുണ്ടാ വിളയാട്ടം. എന്താണ് മാസപ്പടി കേസ്? കരിമണൽ കമ്പനിയായ CMRൽ നിന്നും യാതൊരു സേവനവും നൽകാതെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും കോടികൾ കൈപ്പറ്റി എന്നതായിരുന്നു മാസപ്പടി കേസ്. 2.78 കോടി രൂപ എക്സാലോജിക് തട്ടിയെടുത്തു എന്ന SFIO കണ്ടെത്തലിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പച്ചക്കൊടി കാട്ടിയതോടെ ED റെയ്ഡിലേക്ക് കടന്നത്. ബംഗളൂരുവിലെ എക്സാലോജിക് ഓഫീസ്, തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും പിണറായി വിജയന്റെ വസതികൾ, മരുമകൻ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട് തുടങ്ങി 10ഓളം കേന്ദ്രങ്ങളിലാണ് ED ഇന്നലെ ഒരേ സമയം പരിശോധന നടത്തിയത്. എന്നാൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയാനും തല്ലി തകർക്കാനും CPM SFI പ്രവർത്തകർ തെരുവിലിറങ്ങിയതോടെ കേരളത്തിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകിടം മറിഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കെയാണ് തലസ്ഥാനത്ത് ED വാഹനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ പാർട്ടി കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായിയെ മാറ്റണമെന്നും ആവശ്യം ശക്തമായിരുന്നു. ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നും കപ്പൽ കരയടിപ്പിക്കാൻ വീണുകിട്ടിയ പിടിവള്ളിയായാണ് ED റെയ്ഡ് എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ. വർഷങ്ങളായി ഓപ്പൺ ആൻഡ് ഷട്ടായി കിടന്ന ഈ കേസിൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ED റെയ്ഡ് നടത്തുന്നത് എന്ത് തെളിവ് പിടിക്കാനാണെന്ന ചോദ്യവും പ്രസക്തമാണ്. ഇതിലൂടെ ഇരവാദമുയർത്തി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങളുടെ വായടപ്പിക്കുവാനും അണികളെ വൈകാരികമായി തെരുവിൽ ഒന്നിപ്പിക്കുവാനും പിണറായി വിജയന് സാധിച്ചു. തോൽവിയെക്കുറിച്ചുള്ള കമ്മിറ്റി ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ വളഞ്ഞിട്ടാക്രമണം എന്ന പുതിയൊരു പ്രതിരോധം തീർക്കുവാനും ഈ റെയ്ഡ് കൊണ്ട് CPMന് സാധിച്ചു. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് നിയമസഭയിലും രാഷ്ട്രീയ വേദികളിലും ആവർത്തിച്ചു പ്രഖ്യാപിച്ചവർ തന്നെയാണ് ഇന്ന് അന്വേഷണ ഏജൻസികൾക്ക് നേരെ തെരുവിൽ കല്ലെറിഞ്ഞത്. തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭയം? നിയമ സംവിധാനങ്ങളെയും അന്വേഷണങ്ങളെയും കായിക ബലം കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നത് കുറ്റസമ്മതത്തിന് തുല്യമല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നത്. അക്രമങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചാലും മാസപ്പടിയുടെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതാണ്.